പ്രിയപ്പെട്ടവരെ, ഗോ ഗ്രീൻ വിത്ത് ടിവിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 72,000 കിലോമീറ്റർ കവർ ചെയ്ത ഒരു നെക്സോൺ EVയുടെ വിശേഷങ്ങൾ തൊട്ടുമുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രധാനമായിട്ടും ഒരു 3.5 വർഷക്കാലം കൊണ്ട് അദ്ദേഹത്തിന് ആ വാഹനം കൊണ്ട് ഉണ്ടായ മെച്ചങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും മാത്രമല്ല അദ്ദേഹം നേരിട്ട ബുദ്ധിമുട്ടുകൾ മീൻസ് അതിന് വന്ന കംപ്ലൈൻറ്റുകളും അതെങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്നുള്ള കാര്യം, അങ്ങനെയുള്ള കുറേ വിശദമായ കാര്യങ്ങൾ അദ്ദേഹം ഏതാണ്ട് 1 മണിക്കൂർ നീളുന്ന ഒരു വീഡിയോയിലൂടെ നമുക്ക് ഷെയർ ചെയ്തു. അപ്പോൾ രണ്ടാം ഭാഗത്തിൽ പ്രധാനമായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വാഹനത്തിൻ്റെ പരിപാലനം, മെയിൻ്റനൻസ് എങ്ങനെ ആയിരിക്കണം, ചാർജിങ് മെത്തേഡ് എങ്ങനെ ആയിരിക്കണം, ഒപ്പം പുതുതായി വാഹനം റീസെൻ്റ്ലി വാഹനം എടുത്തവർ അതെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതോടൊപ്പം തന്നെ പുതുതായി വാഹനം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ വിശദമായ കുറേ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്, അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമാകുമെന്നുള്ളത് യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാറേ, ഇപ്പം 3.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നു. 72 കിലോമീറ്ററായി. അപ്പം ഇത്രയൊരു എക്സ്പീരിയൻസ് വെച്ച് EV എടുക്കുന്നവർ, കാരണം EV എടുക്കാൻ പോകുന്നവർക്ക് ഒത്തിരി സംശയങ്ങൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. ഇപ്പം നമ്മുടെ ഗ്രൂപ്പുകളിലാണെങ്കിലും പലരും ചോദിക്കാറുണ്ട്, പല സംശയങ്ങളും ചോദിക്കാറുണ്ട്. അപ്പം ഇത്ര നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഈ വാഹനങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതിന്റെ ചാർജിങ്, മറ്റു കാര്യങ്ങളെ അതുമായി ബന്ധപ്പെട്ട് സാറിന് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഷെയർ ചെയ്താൽ ഇത് കേൾക്കുന്നവർക്ക് അത് പ്രയോജനകരമായിരിക്കും. അതായത് നമ്മളുടെ വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് വെച്ചാൽ ഞാനിതിനകത്ത് ഭീകരമായിട്ടൊന്നും നോക്കാറില്ല. ഞാൻ ആകെപ്പാടെ കൺസിഡർ ചെയ്യാറുള്ളത് കഴിവതും അധികം ആക്സലേഷൻ ഒന്നും കൊടുക്കാതെയാണ് ഓടിക്കുന്നത്. സോ അതുകൊണ്ട് അത്യാവശ്യം റേഞ്ച് കിട്ടും. നമ്മൾ ആക്ച്വലി ഇറങ്ങുന്നതിന് ഇച്ചിരി മുമ്പേ ഇറങ്ങുന്നു എന്നുള്ളത് കൊണ്ടും നമുക്ക് ആക്ച്വലി ഇച്ചിരി ബെനിഫിറ്റ് ആണ്. കംഫർട്ടും ഇച്ചിരി കൂടുതൽ കിട്ടും, എഫേർട്ട് കുറയും. എനിക്ക് എക്കോസ്പോർട്ട് ഈ വണ്ടി തന്നെ ആണെങ്കിൽ തന്നെ ഞാനിപ്പോൾ 70-80 പിടിച്ച് ഓടിക്കുകയാണെങ്കിൽ ഓഫീസിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ താമസിക്കുമ്പോൾ 70-80 പിടിച്ചാണ് ഓടിക്കാറുള്ളത്. സോ അങ്ങനെ ഓടിച്ചു പോകുമ്പോൾ ടയേർഡാവും നമ്മള്. പക്ഷെ ഈ പറഞ്ഞ ഈ എക്കോസ്പോർട്ട് ഇതിനെക്കാട്ടിയും കൂടുതൽ ടയേർഡാവും, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും റിലേറ്റീവ് ഞാൻ ഡെയിലി പോകുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ടയേർഡാവും. പക്ഷെ അതേ സമയത്ത് 40-50 പിടിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആപ്പാട് 5 മിനിറ്റിന്റെ എങ്ങാനും ആയിരിക്കും വ്യത്യാസം വരുന്നത്. സോ ആ രീതിയിൽ പോകുമ്പോൾ ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിരിക്കും നമ്മള്. സോ അത് റേഞ്ചും കൂടുതൽ കിട്ടും. സോ അതുകൊണ്ട് അതൊരു കാര്യം. പിന്നെ ഈ പറഞ്ഞ ചാർജിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിവതും നിങ്ങൾക്ക് ഏറ്റവും സ്ലോസ്റ്റ് ആയിട്ട് എങ്ങനെ ചാർജ് ചെയ്യാൻ വെക്കും, അത് നിങ്ങളുടെ പർപ്പസ് സെർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചാർജ് ചെയ്യുക, സ്ലോ ചാർജ് ആണ് പ്രിഫർ ചെയ്യുന്നത്, ഏറ്റവും നല്ലത്. പിന്നെ ഈ പറയുന്ന നിങ്ങളുടെ ബാറ്ററിക്ക് ഈ പറഞ്ഞ പോലെ എല്ലാവരും പറയാറുണ്ട് 10% താഴെ പോകരുതെന്നൊക്കെ. പക്ഷെ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത്, നിങ്ങൾ വർഷത്തിൽ 1-2 തവണയെങ്കിലും, അതല്ലെങ്കിൽ നിങ്ങളൊരു ലോങ് ഡ്രൈവ് പോകുന്നതിന് ഒരാഴ്ച മുമ്പെങ്ങാനും ഈ പറയുന്ന 10% താഴെ പോയി നോക്കണം, 5% എങ്ങാനും വരെയൊക്കെ പോയി നോക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഇത് ചോദിക്കാൻ മറന്നുപോയൊരു ക്വസ്റ്റ്യൻ. അതായത് ബാറ്ററിയുടെ ഇഷ്യൂ പലർക്കും ലിംബ് മോഡ് കാണിച്ചിട്ടാണ് HV കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, സാറിന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുക, വല്ലപ്പോഴും ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും 10 താഴെ ഓടിച്ചു നോക്കേണ്ടത് നല്ലതല്ലേ? അത് നിങ്ങളുടെ യൂസ് കേസ് അനുസരിച്ചിരിക്കും. അതായത് ഇപ്പൊ ഉദാഹരണത്തിന് പലരോടും സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊന്നും 20% താഴെ പോവാറേ ഇല്ല, ഒരിക്കൽ പോലും പോവാറില്ല. അവരുടെ യൂസ് കേസിൽ ഒരിക്കലും വരില്ല. അവർ 20% ചാർജ് ചെയ്യുന്ന വണ്ടിയുടെ ഒരു പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കമ്പൽസറി നോക്കേണ്ടതല്ലേ? അതെ, പ്രശ്നം ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. വർഷത്തിൽ 1-2 ആണ്. കാരണം ഡീപ്പ് ഡിസ്ചാർജ് ചെയ്യുന്നത് എങ്ങനെ നോക്കിയാലും ബാറ്ററിക്ക് നല്ലതല്ല. ഓക്കെ, ഫുൾ ചാർജ് നിർത്തുന്നതും ബാറ്ററിക്ക് നല്ലതല്ല. പക്ഷെ നമ്മൾ എന്റെ അഭിപ്രായത്തിൽ ഞാനിത് എഴുതിയിട്ടുണ്ട്, ചാർജിങ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ് ഒരു പോസ്റ്റ്, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വായിച്ചു നോക്കാം. അതിനകത്ത് ഓൾമോസ്റ്റ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കേസ് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഫുൾ ചാർജ് ചെയ്യുന്നതെന്ന് വെച്ചാൽ LFP ബാറ്ററിക്ക് ഈ പറയുന്ന പോലെ ഫുൾ SOC കണ്ടുപിടിക്കൽ ഇച്ചിരി ഡിഫിക്കൽട്ട് ആണ്. സോ അതുകൊണ്ട് 100% ആക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എളുപ്പമാണ്. 100% എത്തിക്കഴിഞ്ഞാൽ എത്തി എന്ന് ഉറപ്പാണ്, 100% ഉറപ്പാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കാണിക്കുന്ന SOC ഒക്കെ റിലേറ്റീവ്ലി കറക്റ്റ് ആയിരിക്കും. പക്ഷെ അതേസമയം നമ്മൾ 90 നിർത്തി കഴിഞ്ഞാൽ ആ കാണിക്കുന്ന 90 കറക്റ്റ് ആവണമെന്നില്ല. 90 എന്നുള്ള ചിലപ്പോൾ 99 ആവാം, ചിലപ്പോൾ 85 ആവാം. സോ അങ്ങനെ ഒരു വേരിയേഷൻ ഉള്ള സ്കോപ്പ് ഉള്ളത് കൊണ്ടാണ് കഴിവതും 100% ആക്കുക എന്നുള്ളതെന്നാണ് എന്റെ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, ഇത്ര നാളുള്ള പലരുടെ അടുത്തും സംസാരിച്ചിട്ടും കണ്ടിട്ടുള്ള വീഡിയോസിന്റെ എല്ലാം
അടിസ്ഥാനത്തിൽ എനിക്കുള്ള ഇത് സ്ലോ ചാർജ് ചെയ്യുക, ചെയ്യുന്നതെല്ലാം 100%. പ്രത്യേകിച്ച് LFP ബാറ്ററിക്ക്. NMC ബാറ്ററിക്ക് അങ്ങനെ ഒരു നിർബന്ധം കാണൂല. സോ അതുകൊണ്ട് നിങ്ങളുടെ യൂസർ മാനുവൽ വായിച്ചു നോക്കുക. നിങ്ങളുടെ വണ്ടിക്കകത്ത് ഏത് ബാറ്ററി ആണോ നിങ്ങളുടെ മാനുഫാക്ചർ എന്താണോ പറയുന്നത് ആ രീതിയിൽ ചെയ്യുക. ഒരു മിനിറ്റ്, ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ഡീപ് ഡിസ്ചാർജിങ്ങിന്റെ കാര്യം. ഡീപ് ഡിസ്ചാർജ് ചെയ്യുന്നതും ഈ പറയുന്ന പോലെ ബാറ്ററിക്ക് നല്ലൊരു സംഗതിയല്ല. പക്ഷെ നമുക്ക് ഈ 10% താഴെ, അതല്ലാന്നുണ്ടെങ്കിൽ 20% താഴെ പോകണ്ട എന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും നമ്മൾ ആ സംഗതി പോവാതിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ റിസർവ് ആയിട്ട് നമ്മളുടെ വണ്ടിയുടെ റിസർവ് പോലെ യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. സോ ആ സ്ഥലം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ നോക്കുന്നത് നല്ലതാണ്. കാരണം നമ്മളൊരു ലോങ് ട്രിപ്പ് പോകുന്നതിനിടയ്ക്ക് 1-2 ചാർജിങ് ശേഷം വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് ചെല്ലേണ്ടി വരും, വേറെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഒരു റോഡ് തിരിച്ചുവിടൽ വന്നാൽ മതി, നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പോവും. സോ ആ സമയത്ത് നമ്മളുടെ ഫാമിലിയും കൂടെ ഉള്ളപ്പോ പെട്ടുപോകുന്നതിനെക്കാട്ടിയും വളരെ നല്ലതാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് നമ്മളുടെ വീടിനടുത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് ഈ സ്ഥലത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഓടിച്ചു നോക്കുക. ചിലർ പറയാറുണ്ട് AC ഓൺ ആക്കിയിട്ടാൽ പോരെ, അത് ഡിക്രീസ് ആയി വരുമല്ലോ, അപ്പൊ പ്രശ്നമുണ്ടോ എന്നുള്ളത് അറിയാവുന്നു. സോ AC അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ AC ഓൺ ആക്കി ഇടുമ്പോൾ ബാറ്ററി ഡിസ്ചാർജ് ആവും, ചിലപ്പോൾ 1 മണിക്കൂർ 1-2% വെച്ചൊക്കെ കുറഞ്ഞു വരും. പക്ഷെ 10%-ലാക്കിയിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളുടെ ഈ മോട്ടറിന് വേണ്ടി വരുന്ന ലോഡ് അവിടെ ആക്ച്വലി അപ്ലൈ ആവുന്നില്ല. സോ അതിനകത്ത് 5% വരെ വന്നു എന്ന് വെച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് അങ്ങനെ വരണം എന്ന് നിർബന്ധമില്ല. അല്ല, ഞാൻ എന്റെ ചോദ്യം വേറൊന്നും കൂടാണ്. സാറിന് 11-ലാണ് ലിംബ് മോഡ് കാണിക്കുന്നു, പിന്നീട് HV കാണിച്ച് ഓഫായി പോകുന്നത്. അത് സാർ 20-ന് താഴെ എത്തിയതുകൊണ്ടല്ല കാണിച്ചത്. അപ്പൊ ഞാൻ ആ ആസ്പെക്റ്റിലാണ് ചോദിക്കുന്നത്. അതായത് വണ്ടിക്ക്, അതായത് നമ്മുടെ ബാറ്ററിയുടെ ഹെൽത്ത് ഓക്കെ ആണോ എന്ന് അറിയാൻ കമ്പൾസറി ആയിട്ട് ഓടിച്ചു നോക്കിയല്ലേ പറ്റൂ. അല്ല നമ്മുടെ ലോങ് പോകുമ്പോൾ കിട്ടുമോന്ന് അറിയാൻ വേണ്ടിയല്ല, ബാറ്ററിയുടെ കംപ്ലൈന്റ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കായിട്ട് ഇതിനെ കാണാൻ പറ്റത്തില്ലേ? ബാറ്ററിയുടെ ആക്ച്വലി നമ്മളുടെ ഞാൻ പറയാൻ കാര്യം, എനിക്കും എന്റെ വണ്ടിയുടെ ബാറ്ററി മാറുമ്പോൾ 11-ല് ലിംബ് മോഡ് കാണിച്ചു, 9 ആയപ്പോഴത്തേക്ക് HV കാണിച്ചു, 8 ആയപ്പോ വണ്ടി ഓഫ്. അപ്പൊ എനിക്കും അങ്ങനെ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. പലരുടെ പാറ്റേൺ അങ്ങനെ, ചിലർക്ക് 13 കാണിക്കുന്നു, 12 കാണിക്കുന്നു, 17 ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ അഭിപ്രായത്തിൽ ഉള്ള സംഗതി ഇതേ ഉള്ളൂ. നിങ്ങളുടെ ബാറ്ററി നിങ്ങളുടെ യൂസ് കേസിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നോക്കുക. ഓക്കെ, നിങ്ങളുടെ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരുന്നതിന് ചെക്ക് ചെയ്ത് നോക്കിക്കോ. അത് പക്ഷെ ഞാൻ അതാ പറഞ്ഞു, വർഷത്തിൽ 1-2 തവണ ചെക്ക് ചെയ്യുക. അതല്ലാതെ ഈ പറഞ്ഞ പോലെ 3 മാസം ഇടവിട്ടൊക്കെ ചെക്ക് ചെയ്യാന്ന് പറയുമ്പോൾ 4 തവണ ഒരു വർഷം ചെക്ക് ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ ഇല്ലയോ. നിങ്ങളുടെ യൂസ് കേസിൽ അങ്ങനെ വരുന്നെങ്കിൽ ചെയ്ത് നോക്കിക്കോ, പ്രശ്നമില്ല. കാരണം നമ്മൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വണ്ടി യൂസ് ചെയ്യാനായിട്ടാണ് വാങ്ങിച്ചത്. സോ അതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ വന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് അത്ര വലിയ പ്രശ്നം പറയാൻ എനിക്കില്ല. പക്ഷേ അതിന് വേണ്ടിയായിട്ട്, അതായത് ഈ 10% താഴെ ഓടിച്ചു നോക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതായത് നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെന്റ് ഓടിക്കുക എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മൾ ഒറ്റയ്ക്കായിരിക്കണം, പിന്നെ 2 എവിടെയൊക്കെ ചാർജിങ് സ്റ്റേഷൻ അടുത്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അതാ പറഞ്ഞത്, അതിന് നമ്മൾ അത്ര എഫേർട്ട് എടുക്കേണ്ടി വരും. വീടിന്റെ സറൗണ്ടിങ്സിൽ ഓടിച്ച് ഇത്രയും ശതമാനം കുറയ്ക്കുക എന്ന് പറയുന്നത് അതൊരു നമ്മളിപ്പോ EV ആയിട്ട് ഒരു പാഷനേറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് നമുക്കിതൊന്നും വലിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ ഒരുപാട് സമയം കളയേണ്ടി വരും. സോ അതുകൊണ്ട് മീൻസ് സാറ് പറയുന്ന രീതിയിൽ ചെയ്യുന്നത് തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് അത്രയും ഫ്രീക്വന്റ് ആയിട്ട് നിങ്ങളുടെ യൂസ് കേസിൽ ഒരിക്കലും 20% താഴെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രയും ഫ്രീക്വന്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വർഷത്തിൽ ഒരിക്കലും എങ്ങാനും ചെക്ക് ചെയ്താൽ മതി, അതല്ലെങ്കിൽ വാറന്റി തീരാറാവുന്നതിന് മുമ്പ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവുന്ന എന്റെ അഭിപ്രായം. പിന്നെ മറ്റെന്തെങ്കിലും ഇതിന്റെ യൂസേജുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടോ? എങ്ങനെ ഉപയോഗിക്കണം, ഒരു കസ്റ്റമർ എങ്ങനെയാണ് വാഹനം ഉപയോഗിക്കേണ്ടത്? ഇപ്പൊ സാറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു, ചാർജിങ് എങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി മറ്റെന്തെങ്കിലും? പിന്നെ വണ്ടി ഓടിക്കുന്നത് കഴിവതും നീറ്റായിട്ട് ഓടിക്കുക, നമുക്ക് എഫേർട്ട് കുറഞ്ഞിരിക്കും, റേഞ്ചും കൂടുതൽ കിട്ടും. പിന്നെ വേറെ ഇതിനകത്ത് മെയിൻ അറിഞ്ഞിരിക്കാനുള്ള സംഗതി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അങ്ങനെ ഒരു സംഗതിയെ കുറിച്ച് എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ അതിനെ കുറിച്ച് പറയാമെന്നല്ലാതെ എനിക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് ഒരു EV ആൾക്കാർ എന്തൊക്കെ അറിയണം, അല്ലെങ്കിൽ ഒരു EV എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ ബയേഴ്സ് ഗൈഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം എഴുതിയിടുന്നത് വായിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, എനിക്കറിയാം. നിങ്ങളെ പോലുള്ള ആരെങ്കിലും എടുത്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമായിരിക്കും. പക്ഷെ ഞാനതിൽ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഇൻഫർമേഷൻ സംഗതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്.
നമ്മളിപ്പോ ഒരു സാധനം പറയുന്നത്, ഞാൻ ഇപ്പൊ പറയുന്നതിനകത്ത് പല സാധനങ്ങളും ചിലപ്പോൾ നാളെ ശരിയല്ലാതെ അല്ലെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ വരാം. സോ അതെല്ലാം അപ്ഡേറ്റ് ചെയ്യാൻ ടെക്സ്റ്റ് ആണ് എളുപ്പം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഗൂഗിൾ ഡ്രൈവിനകത്ത് എഴുതിയിടുന്നത്. സോ താല്പര്യമുള്ളവർക്ക് അത് വായിക്കാം. അതിനകത്ത് കുറെ പോയിന്റ്സ് ഉണ്ട്. ഇപ്പൊ തന്നെ ഞാൻ പറയുമ്പോൾ പല പോയിന്റ്സും വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ചാർജിങ്ങിന്റെ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്. ചാർജിങ്ങിന്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലിങ്ക് ഉണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് കയറി വായിച്ചു നോക്കാം. ചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. അതായത് ചിലവരുടെ ഒരു രീതിയുണ്ട്, വെളിയിലോട്ട് പോയി ചാർജിങ്ങിന് ഇട്ടു, ചിലപ്പോൾ ഒരു 10% 15% കയറി അവർ ഊരി എടുത്തോണ്ട് പോകും, പിന്നെയും പോവും, ചെറിയ കഷ്ണം ഓട്ടം കഴിഞ്ഞ് തിരിച്ചു വരും, വീണ്ടും ചെറിയൊരു ചാർജ് ചെയ്യും. ആ ഒരു രീതി ശരിയാണോ? അതിനെക്കാട്ടി നല്ലത് 100% ആക്കിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിനെക്കാട്ടി കഴിവ് എപ്പോഴും നല്ലത്. അതല്ല, NMC ബാറ്ററി ആണ് നിങ്ങളുടെ മാനുഫാക്ചർ അങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 20 to 80 ആയിരിക്കും ബെറ്റർ. അത് വണ്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ വണ്ടിക്കകത്ത് ബാറ്ററി ടൈപ്പ് എന്നുള്ളതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി നമ്മുടെ ഈ വണ്ടിയുടെ ബാറ്ററിയെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവരും പറയാറുണ്ട് 90 കഴിഞ്ഞ പിന്നെ 100-ൽ നിർത്തണം. കാരണം വണ്ടിയുടെ ഒരു ബാറ്ററിയുടെ സെൽ മെയിൻ്റെനൻസ് നടക്കുന്നത് 90-നും 100-നും ഇടയ്ക്കാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ 90-ന് മുമ്പ് നിർത്തുക, ഇല്ലെന്നുണ്ടെങ്കിൽ 100% ആയിട്ട് നിർത്തുക. അതിൻ്റെ അത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? അത് ആക്ച്വലി മാനുഫാക്ചർ പറയുന്ന ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നമ്മളൊക്കെ കൂടെ തന്നെ കൂടുതലും പറയുന്നതിന്റെ കാര്യം നമ്മുടെ സർവീസ് മാനുവലിൽ അങ്ങനെ പറയുന്നുണ്ട്. എന്ത്? അതായത് സെൽ മെയിൻ്റെനൻസ് നടക്കുന്ന 90-ന് ശേഷമാണ്. അതൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ 90 കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 നിർത്തണം എന്നുള്ളത് കൂടുതലും ഓണേഴ്സ് തന്നെ പറയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതാണ്. അതിന് പറയുന്നതിന്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യമുണ്ട്. പണ്ട് പലർക്കും ഈ 95% പണ്ടത്തെ വണ്ടികൾ, ഇപ്പോഴത്തെ വണ്ടികളിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ കാണാം. പണ്ടത്തെ വണ്ടികളിൽ 95% കൂടുതലും സമയം നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് പെട്ടെന്ന് 100-ലേക്ക് ആവുന്നത്. ഇപ്പൊ അതിന് വേരിയേഷൻസ് ഉണ്ട്. പലതിലും 95 നിൽക്കും, അത് കഴിഞ്ഞ് 99 നിൽക്കും, അങ്ങനെയൊക്കെ വേരിയേഷൻസ് ഉണ്ട്. സോ എന്തായാലും അങ്ങനെ വരുന്ന കേസിൽ 95 വെച്ചിട്ട് ഊരിയിട്ട് പോകുന്ന പല ആൾക്കാർക്കും അത് കഴിഞ്ഞ് 95% താഴോട്ട് പോകാറില്ല. അതിപ്പോഴല്ല, ഞാൻ വണ്ടി എടുത്ത സമയത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള സംഗതിയാണ്. സോ അതുകൊണ്ട് നമ്മൾ കഴിവതും, ഞാൻ കാണുന്ന എല്ലാവരുടെ പറയാറുള്ള ഒരു കേസാണ്, നിങ്ങൾ കഴിവതും 95 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൽ ബാലൻസിങ് നടക്കുമായിരിക്കും. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ 100 ആക്കിയിട്ട് നിർത്തുക. അതേപോലെ തന്നെ പറയാറുള്ള ഒരു കാര്യമാണ്, 90% കഴിയുമ്പോൾ വണ്ടി ഫാസ്റ്റ് ചാർജുകളിലൊക്കെ ആണെങ്കിൽ കട്ട് ഓഫ് ആവാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെ കട്ട് ഓഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ചാർജ് ചെയ്യാൻ ട്രൈ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കാര്യം നടക്കുമെന്നുണ്ടെങ്കിൽ വീണ്ടും ചാർജിങ് ട്രൈ ചെയ്യാതിരിക്കുക. ഓക്കെ, അതൊക്കെയെന്ന് പറയുന്നത് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ സ്പെസിഫിക്കലി എവിടെയെങ്കിലും എഴുതി വെച്ച കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ 100% ആക്കണമെന്നുള്ളത് യൂസർ മാനുവലി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എപ്പോഴും കംഫർട്ട് എന്ന് പറയാം, കംഫർട്ട് അല്ല, സേഫ് എന്ന് പറയാൻ 100 ആക്കുന്നത് തന്നെയാണ്. പിന്നെ ഈ കാര്യം, ഈ ഫാസ്റ്റ് ചാർജിങ്ങിന്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, നിങ്ങൾ കഴിവതും ഒരു ലോങ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 3-4 ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഫാസ്റ്റ് ചാർജിങ് 100%, ഒരു നല്ല മെഷീനിൽ നിന്ന് 100% ആക്കുന്നത് നല്ലത് തന്നെ ആയിരിക്കും. സെൽ ബാലൻസിങ്ങിനും എല്ലാത്തിനും നല്ലതായിരിക്കും. പക്ഷെ അതല്ലാത്ത ഒരു ചാർജിങ്ങോ 2 ഫാസ്റ്റ് ചാർജിങ്ങോ ഒക്കെ മാത്രം ആവശ്യമുള്ള കേസസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും നിങ്ങൾക്ക് ആവശ്യമുള്ളത്രയും ചാർജ് ചെയ്തിട്ട് പോകാൻ നോക്കുക. എസ്പെഷ്യലി വേറെ ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ. പല ആൾക്കാരും വേറെ ആൾക്കാർ വന്നാൽ പോലും മാറാത്ത ഒരു പ്രവണത കാണാറുണ്ട്. അവർക്ക് അതിന്റെ ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ അവർ 100 ആക്കി പോകുന്ന ഒരു സിറ്റുവേഷൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഒരാള് ഒരു ലോങ് ഡ്രൈവ് പോവുക, അതിനിടയ്ക്ക് ഒരു 3-ാമത്തെ 4-ാമത്തെ അല്ലെങ്കിൽ 5-ാമത്തെ ചാർജിങ് സൈക്കിളിലാണ് ഈ 100 ആക്കുന്നത് എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും, നമുക്ക് ഓണേഴ്സിന് പറഞ്ഞാൽ മനസ്സിലാവും. അതല്ലാതെ 100% ആക്കുന്നത്, അതെല്ലാം അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ്, അതിനൊന്നും ഞാൻ ഹിൻഡർ ചെയ്യുന്നില്ല. ബട്ട് സ്റ്റിൽ അത് എല്ലാവരും അക്കാര്യം ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചാർജിങ് സ്റ്റേഷനിലെ ക്യൂ ഒരു പരിധിവരെ കുറയും. അതെ, അത്രേ ഉള്ളൂ. ഓക്കെ, ഞാനാണെങ്കിലും ബാംഗ്ലൂർ പോയിട്ടുണ്ട്. ഞാൻ ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആന്ധ്രയുടെ ചില ഭാഗങ്ങളിലും ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ ശ്രദ്ധിക്കാറുള്ള കാര്യം, ആസ് പെർ യൂസർ മാനുവൽ 3 ചാർജിങ് സൈക്കിൾ കഴിഞ്ഞ് ഫാസ്റ്റ് ചാർജിങ് കഴിഞ്ഞാൽ ഒരു സ്ലോ ചാർജ് ചെയ്യണമെന്നാണ്. പക്ഷേ എങ്കിലും ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് സാധിക്കില്ല. സോ അപ്പൊ ഞാൻ ചെയ്യാറുള്ളത് ഒരു 3-4 ചാർജിങ് സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള ചാർജിങ് സ്റ്റേഷനിൽ 100 ആക്കാൻ ശ്രമിക്കും. പറ്റുന്നിടത്തൊക്കെ 100 ആക്കാൻ ശ്രമിക്കും. പിന്നെ ഇൻ കേസ് ഞാൻ ചെല്ലുന്നിടത്ത്, ഞാൻ 100 ആക്കാൻ ചെല്ലുന്ന സ്ഥലത്ത് ഒരാൾ വെയിറ്റിംഗിലാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ചെന്ന് കഴിഞ്ഞ് ചാർജ് ചെയ്യുന്ന സമയത്ത്, ഞാൻ 100 ആക്കാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ക്യൂവിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിർത്തും. ഒരു 80%-ലോ 85%-ലോ നിർത്തിയിട്ട് അടുത്ത ചാർജിങ് സ്റ്റേഷനിൽ പോയിട്ട് ഫുൾ ആക്കും.
അതല്ലാതെ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എല്ലാവരും EV ഉണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ടും സംഗതികളും ഒക്കെ അറിയാം. എന്നിട്ട് നമ്മൾ വേറൊരാളെ ആവശ്യമില്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാനപ്പോ ഈ ബാംഗ്ലൂർ പോയ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ ലോങ് പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? കാരണം നമ്മൾ ബാംഗ്ലൂരൊക്കെ പോകുമ്പോഴത്തേക്ക് എത്ര തവണ ചാർജ് ചെയ്യേണ്ടി വരുന്നു, അതിനുള്ള സമയം? കാരണം നമ്മൾ 100% ആക്കണേ 1 മണിക്കൂർ എടുക്കുമല്ലോ. 100% അതും ഈ പറഞ്ഞ എല്ലാവരും പറയുന്ന ഒരു സംഗതി. ഈ പറയുന്ന എനിക്ക് പേഴ്സണലി ടാറ്റയുടെ എല്ലാ വണ്ടികളിലും തോന്നിയിട്ടുള്ളത്, ഒരു ശതമാനം, നിങ്ങൾ 100% വരെയാണ് ചാർജ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 1%-ന് 1 മിനിറ്റോ, അത് ചിലപ്പോൾ 1 മിനിറ്റ് 5 സെക്കൻഡോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫിഗർ ആയിരിക്കും വരിക. സോ അതായത് നിങ്ങൾ 20%-ന് ചാർജ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ 80% ചാർജ് ചെയ്യാനായിട്ട് ഏതാണ്ട് 80 മിനിറ്റ്, 1 മണിക്കൂറിന് മുകളിൽ എന്തായാലും എടുക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾ 90%-ലാണ് നിർത്തുന്നതെന്നുണ്ടെങ്കിൽ 1%-ന് 50-55 സെക്കൻഡ് ഒക്കെയാണ് വരാറുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഏതാണ്ട് 10 മിനിറ്റോളം നിങ്ങൾക്ക് 10-15 മിനിറ്റോളം നിങ്ങൾക്ക് സേവിങ്സ് വരാനൊക്കും. സോ ആ കാര്യം നിങ്ങൾ കൺസിഡർ ചെയ്യുക. എന്റെ ഇപ്പൊ ചാർജിങ്ങിന്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ, ചാർജിങ്ങിന്റെ ഇതുവരെ 1.4 ലക്ഷം കിലോമീറ്റർ വരെയുള്ള ചാർജിങ്ങിന്റെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ ടാബ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓൺലൈനിൽ അവൈലബിൾ ആണ്, വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കാവുന്നതാണ്. അവസാനം പറയണത് എങ്ങനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം. അതിന്റെ ലിങ്കും ഡീറ്റെയിൽസും ഒക്കെ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ മതി. വാട്സാപ്പ് ചെയ്താൽ. സോ അതുകൊണ്ട് അത് മീൻസ് എന്റെ 3 വർഷം അതല്ലെങ്കിൽ 1.5 ലക്ഷം കിലോമീറ്ററിന്റെ ഒരു റിവ്യൂ എഴുതിയിട്ടുണ്ട്. സോ 1.5 ലക്ഷം കിലോമീറ്ററിന്റെ റിവ്യൂവിനകത്ത് ഈ ലിങ്കുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വണ്ടിയെ കുറിച്ച് പറയാനുള്ള സംഗതികളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനിത് ടെക്സ്റ്റ് ആയിട്ട് എഴുതുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്കാണ് ഇപ്പോഴാണ് RSAയുടെ കാര്യം ഓർത്തത്. RSAയുടെ കാര്യം പറയണമെന്ന് പറഞ്ഞ് ആദ്യമേ പറഞ്ഞു വിട്ടത് അതുകൊണ്ടാണ്, മറന്നുപോയി. എക്സ്റ്റൻഡ് വാറണ്ടിയുടെ കാര്യം പറയുമ്പോൾ ആരും പറയാത്തൊരു കാര്യമാണ് RSA. നമ്മളുടെ വണ്ടിയുടെ നോർമൽ വാറണ്ടിയുടെ, സ്റ്റാൻഡേർഡ് വാറണ്ടിയുടെ കൂടെ RSA കിട്ടുന്നുണ്ട്, ഫ്രീ ആണ്, 3 വർഷം അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ. പക്ഷെ എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ കൂടെ ആക്ച്വലി അവർ RSA പ്രൊവൈഡ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പക്ഷെ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇതുവരെ അങ്ങനെ ഒരു സാധനം പ്രൊവൈഡ് ചെയ്യുന്നില്ല. RSA എക്സ്റ്റൻഡഡ് വാറണ്ടിയുടെ കൂടെ ഇല്ല എന്നാണ് എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. സോ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് നിങ്ങൾ റോഡിനിടയ്ക്ക് നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ടോ ചെയ്തുകൊണ്ട് പോകേണ്ടി വരുവാണെങ്കിൽ അതിന് എക്സ്ട്രാ എക്സ്പെൻസ് വരാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളുടെ വണ്ടിയുടെ വാറണ്ടി തീരുമ്പോൾ, അതായത് ഈ 3 വർഷം കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ 1.25 ലക്ഷം കിലോമീറ്റർ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങൾ സാധിക്കും എന്നുണ്ടെങ്കിൽ ഇതിന്റെ RSA പ്ലാൻ എടുക്കുക. ചിലർ പറയാറുണ്ട് ഇൻഷുറൻസിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് RSA എടുക്കുന്ന കാര്യം പലരും പറയാറുണ്ട്. ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തിട്ടില്ല. അത് നോ ക്ലെയിം ബോണസിനെ ബാധിക്കുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പലരും നോ ക്ലെയിം ബോണസിനെ ബാധിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അതിന് പോയിട്ടില്ല. ഞാൻ പക്ഷെ എടുത്തത് ടാറ്റയിൽ നിന്ന് തന്നെയുള്ള RSA തന്നെയാണ് എടുത്തത്. അത് ഏതാണ്ട് 1,700 രൂപ എങ്ങാണ്ടാണ് ഒരു വർഷത്തേക്ക്, 1,500 1,700 ആ റേഞ്ചിൽ എന്തോ ആണ്, കൃത്യമായിട്ട് ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ഒരു വർഷത്തേക്ക് അത്ര എമൗണ്ട് വരും. അതിനകത്ത് 2 ടോയിങ് മാത്രമേ ഉള്ളൂ. സോ ആ 2 ടോയിങ് എടുത്ത് ആവശ്യം വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഉടനെ റിന്യൂ ചെയ്യാൻ നോക്കാം. എന്നാലും പുതിയൊരു അറിവാണ് എക്സ്റ്റൻഡ് വാറണ്ടിയോട് RSA ഇല്ല എന്നുള്ള കാര്യം. സോ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു, കാരണം നമുക്ക് EV ആണ്, എപ്പം വേണേലും എവിടെ വേണേലും കിടക്കാം. അപ്പൊ അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ ലോങ് പോകുന്നുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചാണ്. എന്താണ് ശരിക്കും സാറിന് ക്ലിയർ കട്ടായിട്ട് പറയാനുള്ളത്? ഞാൻ ഒരു 1.2 ലക്ഷം കിലോമീറ്ററിന് മുമ്പ് എൻ്റെ അടുത്ത് ചോദിക്കുമായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നത് ലോങ് പോകുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ ഇച്ചിരി പ്ലാൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് പലരും ഇവിടുന്ന് ലേയിലും ഒക്കെ പോയിട്ടുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ലേയിൽ പോയിട്ടുള്ള ജോസഫ് സാറും പിന്നെ മറ്റേ എന്തായിരുന്നു ശൈലേന്ദ്രൻ സാറും ഒക്കെ പോയിട്ടുണ്ടല്ലോ. സോ അതുപോലെ, അതുകൂടാതെ അതിനു മുമ്പ് ഇവിടെ ഓൾ ഇന്ത്യ പോലെ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ഒരു ആശിഷ് എന്ന് പറഞ്ഞ ഒരു പുള്ളിയൊക്കെ ഉണ്ട്. സോ അങ്ങനെ കുറെ പേര് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ഒരു അഡ്വഞ്ചർ ട്രിപ്പായിട്ടേ കൺസിഡർ ചെയ്യാവൂ. അതല്ല ഫാമിലി ട്രിപ്പായിട്ട് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അത്ര ഈ ഒരു 1.2 ലക്ഷം കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഉള്ള എക്സ്പീരിയൻസസ് വെച്ചിട്ട് എനിക്ക് അത്ര ഒരു അഭികാമ്യമായിട്ട് തോന്നുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ, അങ്ങേ അറ്റം പോയ 2 ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻ ഉള്ള ഡിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെടുത്ത് പോയിക്കോ, EV എടുത്ത് പോയിക്കോ. കാരണം അതിനകത്ത് നിങ്ങൾ സ്പെയർ ടൈം ഇടണം. ഒന്ന് ചാർജ് ചെയ്യാനുള്ള സ്പെയർ ടൈമും, അത് കൂടാതെ ചാർജിങ് സ്റ്റേഷനിൽ ക്യൂ വരുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെയർ ടൈമും, അത് കൂടാതെ നിങ്ങളിപ്പോൾ റെസ്റ്റോറന്റിന് പോകാനാണെങ്കിൽ അടുത്ത് വേറെ റെസ്റ്റോറന്റിലുള്ള ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെങ്കിൽ
അതും കൂടെ കൺസിഡർ ചെയ്തൊക്കെ പോകണം. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ ടൈമിനകത്ത് ഓൾറെഡി ഒരുപാട് ലാഗിങ് ആണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് വാഷ്റൂമോ സംഗതികളോ ഒക്കെ യൂസ് ചെയ്യേണ്ടി വരുവാണെങ്കിൽ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒരിടത്ത് നിർത്തലോ ഒന്നും അത്ര പ്രാക്ടിക്കൽ ആയിരിക്കത്തില്ല. നമുക്ക് നിർത്തേണ്ടി വരും, അത് നമ്മുടെ ട്രാവലിനെ അഫക്റ്റ് ചെയ്യും. സോ അതുകൊണ്ട് ടൈം കൺസേൺഡ് ആയിട്ടുള്ളവർ ഇത് എടുത്തുകൊണ്ട് ഫാസ്റ്റ് ലോങ് പോവാതിരിക്കുകയാണ് എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഇത് ഞാൻ പറഞ്ഞല്ലോ, അത് ഈ പറഞ്ഞ സമയം സാഹചര്യം എല്ലാം കൺസിഡർ. ഞാൻ പോവാറുണ്ട്, ഇനിയും ബാംഗ്ലൂർ പോകണമെങ്കിൽ പോകും. പക്ഷെ അതെന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ് പോലെ ആയിരിക്കും കൺസിഡർ ചെയ്യുന്നത്. മീൻസ് എന്റെ റുട്ടീൻ വർക്കിന് ഇതിനായിട്ട് പോയിട്ട് ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ എങ്കിലും അത് ഞാൻ അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യൂല. എസ്പെഷ്യലി EVയെ കുറിച്ച് വലിയ എന്തൂസിയാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഞാൻ ഒട്ടും റെക്കമെൻഡ് ചെയ്യൂല. കാരണം നമ്മൾ എസ്പെഷ്യലി നമ്മളുടെ കൂടെ ആരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ. നിങ്ങളുടെ കൂടെ ഉള്ളത് ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങൾക്ക് നല്ലപോലെ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർക്കും EV ആയിട്ട് നല്ല ടേംസിലാണ് എന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ എക്സ്ട്രാ വെയിറ്റ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ വേറൊരു ബ്രേക്ക് വരേണ്ടി വരികയൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, വലിയ ഇഷ്യൂ വരത്തില്ല. അതല്ല എന്നുണ്ടെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് ഇത് അഫക്റ്റ് ചെയ്യും. സോ അത് ഒഴിവാക്കാൻ മാക്സിമം നോക്കുക. നമ്മുടെ സമയ സാഹചര്യമാണ്. അത് കൂടാതെ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻസിയുടെ കാര്യം. നല്ല രീതിയിൽ ഇപ്പൊ EV ഓടിക്കുന്നത് പോലെ നമ്മൾ വേറൊരു ഡീസൽ വണ്ടി എടുത്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരുവിധം മീൻസ് മേ ബി ഒരു രൂപയുടെ 2 രൂപയുടെ വ്യത്യാസമൊക്കെ മാക്സിമം ഈ പെർ ചാർജിങ് കോസ്റ്റിൽ വരത്തുള്ളൂ നിങ്ങൾ മൾട്ടിപ്പിൾ ചാർജിങ് സ്റ്റേഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ. കാരണം എല്ലായിടത്തും 18-20 രൂപയൊക്കെയാണ് വരുന്നത്. സോ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ, സോ അതുകൊണ്ട് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ യൂസേജ് കൺസിഡർ ചെയ്തിട്ട് സമയവും എല്ലാം കൺസിഡർ ചെയ്തിട്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുക. അത്രയുമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത് ഒക്കുകയെന്നുണ്ടെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇനി അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്, ഇനി ഒരു EV എടുക്കാൻ വേണ്ടി ഇതിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല, എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അങ്ങനെ ഒരാൾ അഭിപ്രായം ചോദിച്ചാൽ അവരോട് എന്താ അവരെ റെക്കമെൻഡ് ചെയ്യുക EV എടുക്കാൻ? ഞാൻ ആക്ച്വലി അതാണ് ഞാൻ ഇതിനിടയ്ക്ക് എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അതായത് ഞാൻ അതിനുവേണ്ടി ഒരു സംഗതി എഴുതി വെച്ചിട്ടുണ്ട്, ബയേഴ്സ് ഗൈഡ്. ഒരു 10-20 കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്യാനുണ്ട്. അത് എല്ലാം എനിക്കിപ്പോ ഓർത്ത് പറയാനില്ല. ബേസിക്കലി ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നിങ്ങൾ EV എടുക്കുന്നത് എന്നുള്ളതിന് ഒരു ക്ലിയർ കട്ട് ഉത്തരം നിങ്ങളുടെ കാണും. എന്തുകൊണ്ടാണ് നിങ്ങൾ EV എടുക്കുന്നത്? സോ പല കേസസ് ഉണ്ട്. അതിനകത്തു നിന്നാണ് ഫസ്റ്റ് നിങ്ങൾ തുടങ്ങേണ്ടത്. ചിലര് പെർഫോമൻസ് കണ്ടിട്ടാണ് എടുക്കുന്നത്. പെർഫോമൻസ് കണ്ടിട്ട് എടുക്കുന്നതും അതേപോലെ തന്നെ കോസ്റ്റ് കണ്ടിട്ട് എടുക്കുന്നവരുമാണ് ഏറ്റവും കോസ്റ്റ് ബെനിഫിറ്റ്സ്. അതായത് ഈ പറഞ്ഞ പോലെ റണ്ണിങ് കോസ്റ്റ് കുറവാണ് എന്നൊക്കെ ഉള്ളത് കൊണ്ടുള്ള ബെനിഫിറ്റ്സും എല്ലാം കണ്ടിട്ട് എടുക്കുന്നവരാണ് കൂടുതൽ. സോ അങ്ങനെയുള്ളവരെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിവതും നിങ്ങൾ വണ്ടിയെക്കുറിച്ച് ബാക്കിയുള്ള എല്ലാ പോയിന്റ്സും അതെല്ലാം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് മാത്രം വണ്ടി എടുക്കുക. കാരണം ഇപ്പൊ റേഞ്ച് ആക്സലറേഷൻ പവറും എല്ലാം കണ്ടിട്ട് എടുക്കുന്നവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾ വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ഞാനിപ്പോ പറഞ്ഞില്ല ഈ വണ്ടിക്ക് 200 കിട്ടുമെന്ന്, 200 കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നിങ്ങൾ മറ്റേ ചാർജിങ് ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏതാണ്ട് നവംബറിൽ ഓടിച്ചിരിക്കുന്ന ഒരു ട്രിപ്പ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാധാരണ 65-68% ബാക്കിയുള്ളപ്പോഴാണ് ഓഫീസിൽ എത്തുന്നത്. ഓക്കെ, പക്ഷെ അതേ റൂട്ടിൽ ഞാൻ ഓടിച്ചിട്ട് ഏതാണ്ട് 30%, 20% എങ്ങാണ്ടുള്ളപ്പോൾ ഞാൻ ഓഫീസ് എത്തിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ അത്രയും ശതമാനമായിട്ടുള്ള കേസസ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ സ്റ്റിൽ അത് പോസിബിൾ ആണ്. നിങ്ങൾ അത്ര റാഷ് ആയിട്ട് ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന റേഞ്ചിലൊന്നും നിൽക്കണം. ഡ്രൈവിംഗ് ഹാബിറ്റ് ആണെന്നുണ്ടെങ്കിൽ 200-230 കിട്ടാം. അതെ, നല്ലത്. ഭയങ്കര റാഷ് ആയിട്ടാണ്, മീൻസ് സ്പീഡിലെന്നല്ല ഞാൻ പറയുന്നത്, ഭയങ്കര റാഷ് ആയിട്ടാണ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഭീകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല സ്പീഡും ഇതിന്റെ റേഞ്ചും അല്ല. സ്പീഡിന് നമ്മള് നീറ്റായിട്ട് ഓടിച്ച് നമുക്ക് 60-70 നല്ല റേഞ്ചിൽ ഓടിക്കാം. അതെ അതെ, റിലേറ്റീവ്ലി അതാ ഞാൻ പറഞ്ഞത്. സ്പീഡല്ല ഇതിനകത്ത് മെയിൻ കാര്യം. നിങ്ങളുടെ സ്പീഡും ആക്സിലറേഷനും ഡീസലറേഷനും എന്തുമാത്രം വരുന്നു എന്നുള്ളതാണ് മെയിൻ പോയിന്റ്. അതിന് കഴിഞ്ഞിട്ടാണ് ഈ സ്പീഡും എല്ലാം വരുന്നത്. ഇപ്പൊ ഈ 30-40 തന്നെ ഞാനിപ്പോ 40 എത്തിച്ചു, പിന്നെ ചവിട്ടി നിർത്തി, പിന്നെ 40 എത്തിച്ചു, ചവിട്ടി നിർത്തി, അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രെയിൻ ആവും. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങളുടെ ഡ്രൈവിംഗ് ഹാബിറ്റിന് വലിയൊരു റോൾ ഉണ്ട് ഇതിനകത്ത്. സോ അതാണ് ഈ പെർഫോമൻസ് നോക്കി വണ്ടി എടുക്കുന്നവർ റേഞ്ചിന്റെ കാര്യം വളരെ നല്ലപോലെ ആലോചിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. പിന്നെ കോസ്റ്റ് വെച്ചിട്ട് എടുക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോസ്റ്റ് എഫക്റ്റീവ്ലി നിങ്ങളുടെ പേഴ്സണൽ കേസിൽ എന്തോ ഒരു ആക്സിഡന്റ് ആണ്. ഓക്കെ, ഇടയ്ക്കൊരു അപകടം ഉണ്ടായി, അതാണ് ഒന്ന് ഡിലേ വന്നത്. അവസാനം നമ്മൾ പറഞ്ഞു വന്നത്
സാമ്പത്തികമായ ലാഭമാണ് നോക്കുന്നെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? സാമ്പത്തികമായ ലാഭമാണ് നോക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ജനറലൈസ്ഡ് ആയിട്ട് നമ്മളൊരു റിവ്യൂ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളെ നെക്സോൺ EV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോൺ EV ആയിട്ട് മാത്രമേ ഒരു ഐസ് EV ആയിട്ട് മാത്രമേ നെക്സോൺ ഐസുമായിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. ഇപ്പൊ നെക്സോൺ വണ്ടി ആണെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള EVയും ഐസും തമ്മിൽ കമ്പയർ അങ്ങനെ സാധിക്കും. കാരണം നമ്മളിപ്പോ നെക്സോൺ ഉപയോഗിച്ചിട്ട് അതിന് ഏതെങ്കിലും എന്താണ് സ്വിഫ്റ്റോ അല്ലെങ്കിൽ അതെ അങ്ങനെ കമ്പയർ ചെയ്തിട്ട് വലിയ കാര്യമില്ല. സോ അതാണ് ബേസിക്കലി ഒരു റിവ്യൂ പോയിന്റ് ഓഫ് വ്യൂ വരുമ്പോൾ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളുടെ പേഴ്സണൽ ചോയ്സിനകത്താണ് ഇതിനകത്ത് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് നെക്സോൺ EVയിലേക്ക് വരുന്നത് നെക്സോൺ EV എടുക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും, EV എടുക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ചിലപ്പോൾ നെക്സോൺ EVയിലേക്ക് വരുന്നത്. അതേ കേസിൽ അയാൾ ഈ നെക്സോൺ EV ഇല്ല, EV എടുക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എടുക്കാൻ പോകുന്ന ചിലപ്പോൾ സ്വിഫ്റ്റ് ഡീസൽ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ ആ ഒരു പർട്ടിക്കുലർ പേഴ്സണെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്തുമാത്രം സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നു എന്നുള്ളത് വലിയൊരു ഫാക്ടർ. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇപ്പൊ നെക്സോൺ EV എടുക്കുന്ന ഒരാള് നെക്സോണിന്റെ ഇതേ സ്പെസിഫിക്കേഷൻ വരുന്ന വണ്ടി, അത് ആ വണ്ടിക്കും ഈ വണ്ടിക്കും തമ്മിലുള്ള വിലയുടെ ഡിഫറൻസ് അങ്ങനെ മാത്രമല്ല നോക്കാവുള്ളൂ. അങ്ങനെയാണ് റിവ്യൂ എടുക്കുമ്പോ നോക്കുന്നത്. അതായത് നമ്മൾ കോമൺ ആയിട്ട് അപ്പൊ നമ്മളിവിടെ ഒരു റിവ്യൂ നടത്തുകയാണ്. ഇപ്പൊ നമ്മളിപ്പോ എന്റെ എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോ പറയുന്നത്. പക്ഷെ ചേട്ടൻ ഇപ്പൊ ഒരു നെക്സോൺ EVയുടെ റിവ്യൂ ചെയ്യുകയാണ്, അതായത് ഒരു വണ്ടിയുടെ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടുള്ള ഒരു സംഗതി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടൻ അങ്ങനെ കമ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ഒരു വാങ്ങിക്കുന്ന ബയറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കമ്പയർ ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ല. കാരണം EV ഇപ്പൊ ഇഷ്ടം പോലെ എല്ലാ മോഡലിനും EV ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നില്ല. പക്ഷെ ഇപ്പൊ ചില സാധനങ്ങൾക്ക് മാത്രമേ EV ഉള്ളൂ. അങ്ങനെ കമ്പയർ ചെയ്യുന്നവൻ നെക്സോൺ EV ആയിട്ടല്ലല്ലോ കമ്പയർ ചെയ്യണ്ട, അവന് EV കുറഞ്ഞത് വേറെ കിട്ടുമല്ലോ. അല്ല, അതാ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ടിയാഗോ EV, സോ ടിയാഗോ EV എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടിയാഗോ EV എന്ന് പറയുന്നത് EV എടുക്കാൻ വേണ്ടി മാത്രം ഇതിലേക്ക് വരുന്നവർക്കാണ് ഈ പറഞ്ഞ ടിയാഗോ EV വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ വേറെ ഏത് എടുക്കുമെന്നുള്ളതാണ് ചോദ്യം. മനസ്സിലായോ? അപ്പൊ അവൻ മറ്റു കാര്യങ്ങൾ കൂടി നോക്കുമ്പോഴേ ഇതിലേക്ക് വരുള്ളൂ. അല്ല, ഞാൻ പറഞ്ഞത് മീൻസ് EV എടുക്കരുത് എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളിപ്പോ ടിയാഗോ EV എടുക്കുന്നു, ഓക്കെ, ടിയാഗോ EV ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടിയാഗോയുടെ ഐസ് ആണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ടിയാഗോ ഐസിനെക്കാട്ടിയും കൂടി ഏതെങ്കിലും വണ്ടിയാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ കാര്യമായ നഷ്ടമില്ല. അവിടെ ചിലപ്പോൾ ലാഭമായിരിക്കാം. എനിക്കറിയാം, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടല്ലോ ഏതോ ഹോണ്ടയുടെ ഏതോ വലിയ വണ്ടി എടുക്കാൻ പോയിട്ട് അതിന് പകരം ഈ ടിയാഗോ എടുത്തിട്ടുള്ള ആരോ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ആ പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലാഭമാണ്, വലിയ ലാഭമാണ്. കാരണം അത്രയും പൈസ പുള്ളിയുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഇറങ്ങിയിട്ടില്ല. അതിന്റെ EMI അത്രയും രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്ത് മാറ്റി വെക്കാവുന്ന ഒരു കേസാണ്. സോ അതുകൊണ്ട് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഇത് ഞാൻ പറഞ്ഞല്ലോ, എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങളൊരു ആളിന്റെ അടുത്ത് സംസാരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ജനറലി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഇക്വലന്റ് ആയിട്ടേ കമ്പയർ ചെയ്യാൻ ഒക്കത്തുള്ളൂ. പക്ഷെ ഒരു പേഴ്സണിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്തുമാത്രം നഷ്ടം വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കൺസിഡർ ചെയ്തേ ഒക്കത്തുള്ളൂ. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണ്. ഓക്കെ, സോ ഞാനിത് പറയാനുള്ള കാര്യം ഞാൻ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാര്യം അത് ഭയങ്കര കോൺട്രവേഴ്സി ആവും. സോ അതുകൊണ്ട് അത് ശരിയല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. പക്ഷെ എന്നെ ഇത് അഫക്ട് ചെയ്യുന്ന സംഗതിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക ലാഭം മാത്രം നോക്കിയിട്ട് വന്ന ഒരാളല്ല ഞാൻ ഇതിലേക്ക്. ടെക്നോളജി എക്സ്പീരിയൻസിങ്ങും ഒരു ഫാക്ടർ ആയിരുന്നു. പിന്നെ ആ വണ്ടി എടുത്ത സമയത്ത് പൊല്യൂഷനും വളരെ വലിയൊരു ഫാക്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പൊല്യൂഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എന്റെയും വിശ്വാസം. ഇതുവരെയുള്ള അണ്ടർസ്റ്റാൻഡിങ് അനുസരിച്ച് അങ്ങനെയാണ് തോന്നുന്നത്. സോ അപ്പോൾ പുതിയതായിട്ട് എടുക്കാൻ വെക്കുന്ന ഒരാളെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ യൂസ് മനസ്സിലാക്കുക. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ്നെസ് നോക്കുമ്പോൾ നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയും ഈ EVയിലേക്ക് വരുന്നതുമായിട്ടും കമ്പയർ ചെയ്ത് നോക്കുക. അതിലെ ലാഭവും പിന്നെ റീസെയിലും കൂടെ കൺസിഡർ ചെയ്ത് അതിനെക്കാട്ടിയും കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ മാത്രം EVയിലേക്ക് മാറുക. ഞാൻ പറഞ്ഞത് സാമ്പത്തിക ലാഭം മാത്രം നോക്കുന്നവരുടെ കാര്യമാണ്. കംഫർട്ടൊക്കെ നോക്കിയിട്ട് വരുന്നവരൊക്കെ കാണും, ഇല്ല എന്ന് പറയുന്നില്ല. അത് ഇതിന്റെ കംഫർട്ടും പിന്നെ വേറൊരു മെയിൻ കാര്യം, പലരും ഈ വണ്ടിയും ഇതിന്റെ ഐസുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഇട്ടിട്ടില്ല. ഓക്കെ, ഈ വണ്ടിയും ഇതിന്റെ ഐസുമായിട്ട് കമ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോ ഐസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഈ വണ്ടിക്ക് ഇച്ചിരി വില കൂടുതൽ ഇടണം. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതലും വരുന്ന ഐസ് ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ AMG ആയിരിക്കും. ഐസിനകത്ത് വരുന്ന ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AMG ആയിരിക്കും. സോ AMGയും നമ്മുടെ EVയുടെ ഓട്ടോമാറ്റിക്കും തമ്മിൽ കമ്പയർ ചെയ്യാൻ ഒക്കില്ല.
ഒരിക്കലും ഫാർ ബെറ്റർ ആയിരിക്കും. സോ അത് കംഫർട്ടിന്റെ ലെവൽ വരുന്ന ഒരു സംഗതിയാണ്. പക്ഷെ എങ്കിലും വണ്ടിയുടെ മൂല്യം ഇടുമ്പോൾ അത് കാരണം ഇതിന്റെ വില ഇച്ചിരി കൂടുതൽ വരുന്നത് ഓബിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു സംഗതി. അഡ്വാൻറ്റേജ് ആണ്. സാധാ ഓട്ടോമാറ്റിക് ആണ്, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക്. അതിന്റേതായ ഒരു വ്യത്യാസം ഡ്രൈവിംഗിൽ ഉണ്ടാവും. സോ നമ്മളെ മൈൻഡ് കൂളായിരിക്കും. നമുക്ക് ഈ പറഞ്ഞ പോലെ ഗിയർ ഷിഫ്റ്റിന്റെ കാര്യം അല്ലെങ്കിൽ പവർ ഉള്ള ഗിയർ ആണോ കിടക്കുന്നത് അങ്ങനെ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമല്ല. വണ്ടി എടുക്കുക, ഓടിച്ചു പോവുക. പിന്നെ സോ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്തൊക്കെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വരും. ലോങ് ഡ്രൈവ്സ് നിങ്ങൾക്ക് വരുന്നവരാണോ? പിന്നെ പലരും പറയാറുണ്ടായിരുന്നു ഉള്ളതാണ് ഫാസ്റ്റ് ചാർജിങ് റേറ്റ് കൂടുതലാണ്, ഇനി അത് കൂടി പോകും, അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ ലാഭമൊന്നും ഇല്ല എന്നുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീൻ ആവശ്യങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യേണ്ടി വരുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ EV എടുക്കാതിരിക്കുക. അതല്ലെങ്കിൽ അത്രയും കൂടുതൽ റേഞ്ചുള്ള EV എടുക്കുക. അതല്ല സ്ഥിരമായിട്ട് നിങ്ങൾ ഫാസ്റ്റ് ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതും മറ്റതുമായിട്ട് വലിയ കോസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും, ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിലും 150-170 കിലോമീറ്റർ ഓടുന്നുള്ളെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ധൈര്യമായിട്ട് ഈ വണ്ടി ഓക്കെ പ്രൈമിന്റെ കാര്യം മീൻസ് മീഡിയം റേഞ്ചിന്റെ കേസ് റേഞ്ച് എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി റേഞ്ചുള്ള വണ്ടികളിലേക്ക് പോവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും EV-യിലേക്ക് പോവാം. കാരണം MG-യുടെ ഒക്കെ EV കിട്ടും. ഓക്കെ, അത് നമ്മുടെ ഡെയിലി യൂസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഏത് സെഗ്മെന്റ് വരുന്ന EV എടുക്കണമെന്നുള്ള കാര്യം. അതെ, ഓക്കെ. എന്തായാലും ബേസിക്കലി ഞാൻ ഇതേക്കുറിച്ച് ഞാൻ ഈ പറയുമ്പോ ഈ പറഞ്ഞ പോലെ പലതും വിട്ടുപോകുമെന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം എഴുതി വെക്കുന്നത്. ഓക്കെ, കഴിവതും നിങ്ങൾ വായിച്ചു നോക്കാൻ ശ്രമിക്കുക. നീളമുള്ള ആർട്ടിക്കിളാണ്, എനിക്കറിയാം, എല്ലാവർക്കും വായിക്കാൻ ഒക്കില്ല. അതിപ്പോഴും ഞാൻ ഫുള്ളി തീർത്തിട്ടില്ല. ഇപ്പൊ ബയേഴ്സ് ഗൈഡ് എന്ന് പറയുന്ന ഞാൻ വണ്ടി എടുത്ത സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങിയതാണ്. വണ്ടി 2020 ഒക്ടോബറിലാണ് ഞാൻ വണ്ടി എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി 2020 എൻഡിലോ 2021 സ്റ്റാർട്ടിങ്ങിലോ ആണ്. അതിന് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ചാർജിങ് സ്റ്റേഷൻ മെയിൻ ആയിട്ടുള്ള കാര്യം അതിന് മുമ്പേ ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. മെയിൻ ആയിട്ട് അതിനുള്ള സിറ്റുവേഷൻ വന്നത് അന്ന് KCB ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആയിരുന്നു. സോ KCB ഫാസ്റ്റ് ചാർജിങ് ഫ്രീ ആയിരുന്ന സമയത്ത് ഞാനൊരു ചാർജിങ് സ്റ്റേഷനിൽ ചെന്ന് ചാർജ് ചെയ്യാൻ നിന്ന സമയത്ത് അവിടെയുള്ള നമ്മളുടെ ഒരു പുള്ളിക്കാരൻ, എന്തായിരുന്നു പുള്ളിയുടെ പേര് ഞാനിപ്പോ ഓർക്കുന്നില്ല, ഒരു പുള്ളിക്കാരൻ കൊല്ലത്ത് ചാർജിങ് സ്റ്റേഷൻ വന്ന് ചാർജ് ചെയ്യുന്നത്. ഞാൻ നോക്കിയപ്പോൾ കൊല്ലം രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ നോർമലി ചാർജിങ് സ്റ്റേഷനിൽ എവിടെ ചെല്ലുമ്പോഴും അടുത്തുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കുമല്ലോ. സോ അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചു, എവിടെയാണ് വീട്, ഏതെങ്കിലും ലോങ് ഡ്രൈവ് പോവാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അല്ല, എന്റെ വീട് 2 വീട് അപ്പുറത്താ, ഓലയിലാണ് ഞാൻ ചാർജ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പുള്ളിയുടെ വീട്. അപ്പൊ പുള്ളി ഇവിടെ ചാർജ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ അവിടെ വീട്ടിൽ ചാർജ് ചെയ്യുമ്പോഴേ ഫ്യൂസ് ഒക്കെ ഭയങ്കരമായിട്ട് ചൂടാവുന്നു. അതിലൂടെ ഇവിടെ ആകുമ്പോ പിന്നെ പൈസ ഇല്ലല്ലോ. സോ അത് ഫ്യൂസിന്റെ പ്രശ്നം എല്ലാം ശരിയാക്കി വീട്ടിലെ വയറിങ് ശരിയാക്കി ചെയ്യേണ്ടതാണ്. പക്ഷെ ഫ്രീ ആണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ വന്ന് ചാർജ് ചെയ്യുന്നു. സോ പുള്ളിക്ക് ഫാസ്റ്റ് ചാർജ് ചെയ്യുന്നത് ബാറ്ററി എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചനയില്ല. മീൻസ് ഞാൻ വണ്ടി എടുത്ത സമയത്ത് കുറച്ചുനാൾ കഴിഞ്ഞ് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, വണ്ടി എടുത്തിട്ടുള്ള എല്ലാ ആൾക്കാരും ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലെങ്കിലും ജോയിൻ ചെയ്യണം. മീൻസ് പൈസ കൊടുത്തുള്ളതെന്നല്ല, ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ടാറ്റ എന്നല്ല, ഏത് EV എടുത്തിട്ടുള്ളവരാണെങ്കിലും, വണ്ടി എടുത്തിട്ടുള്ളവർക്കും ബാധകമായിരിക്കാം. പക്ഷെ EV-യുടെ കാര്യത്തിൽ സ്പെസിഫിക്കലി ഇന്ത്യയിൽ പുതിയൊരു ടെക്നോളജി ആണ് എന്നുള്ളത് കൊണ്ട് അത് കൺസിഡർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരുന്നത് പ്രശ്നമാണോ അല്ലയോ എന്ന് അറിയാൻ വളരെ യൂസ്ഫുൾ ആണ്. പിന്നെ ബാക്കിയുള്ളവർ പറയുന്ന പ്രശ്നം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നറിയാനോ. സോ അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. സോ അതുകൊണ്ട് അത് മാൻഡേറ്ററി, എന്റെ അഭിപ്രായത്തിൽ അത് മാൻഡേറ്ററി ആയിട്ടുള്ള എനിക്ക് അത് തോന്നിയിട്ടുള്ള കാര്യമാണ്. കാരണം ഞാനിപ്പോ ഞാൻ ഷെവർലെ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് ഹുണ്ടായി യൂസ് ചെയ്തു, പിന്നെ ടാറ്റ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് EV-യിലേക്ക് വന്നേ. അപ്പോഴൊന്നും ഞാൻ ഗ്രൂപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല, അതിന്റെ ആവശ്യം വന്നിട്ടില്ല. പക്ഷെ EV എടുത്ത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ മറ്റു ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്തു. കാരണം അത് ആവശ്യമായി വന്നു. കാരണം നമുക്ക് സംശയങ്ങൾ ധാരാളമാണ്. കാരണം എനിക്ക് ആദ്യം തോന്നിയ, ഇപ്പൊ അത് മണ്ടത്തരമായിട്ട് ഓർത്ത് ചിരിക്കാറുണ്ട്. കാരണം ഞാൻ വണ്ടി കൊണ്ട് ചാർജിങ്ങിന് ഇട്ടപ്പോ മോട്ടോർ കമ്പാർട്ട്മെന്റിൽ നിന്നൊരു സൗണ്ട്, ഞാൻ ആകെ പാനിക്കായി. ഞാൻ പോയി ഓഫ് ചെയ്തു.
മാത്രമല്ല അത് കഴിഞ്ഞ് എനിക്കും പല കോളുകളും വന്നിട്ടുണ്ട് ഇതന്നെ ഈ സൗണ്ട് എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി സംശയങ്ങൾ വരും, ചിലപ്പോൾ വഴി കിടക്കും, പല ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ടും ഗ്രൂപ്പുകൾ ആവശ്യമാണ്. സോ അതെന്ന് വെച്ച് മീൻസ് വേറെ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. ബേസിക്കലി ഏറ്റവും ബേസിക് ആയിട്ട് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ. ഇപ്പൊ ഉദാഹരണത്തിന് സാറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ മറ്റേ ബാറ്ററി പാക്കിന്റെ ഇഷ്യൂ. സോ പല സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ അതൊരു ഇഷ്യൂ അല്ല എന്ന് പറഞ്ഞു വിടും. പക്ഷെ നമ്മൾ EV ഗ്രൂപ്പിലുള്ളപ്പോൾ നമുക്ക് അറിയാം, ഇഷ്ടംപോലെ കേസസ് കേട്ടിട്ടുള്ളത് കൊണ്ട് നമുക്ക് അറിയാം ഇതൊരു പ്രശ്നത്തിന്റെ തുടക്കമാണ് അല്ലെങ്കിൽ പ്രശ്നമാണ്. സോ അത് നമ്മൾ പതുക്കെ അത് ഫോളോ അപ്പ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ വേറെ എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ സംഗതികളോ ഒന്നുമല്ല. പിന്നെ ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ചാർജിങ് ആൻഡ് ആക്സിലേറ്ററിന്റെ പ്രശ്നം ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ആ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ മീൻസ് ഇത് നമുക്ക് വണ്ടി എടുത്തപ്പോ തൊട്ട് തോന്നിയിട്ടുള്ള ഒരു സംഗതിയാണ്. ഓക്കെ, സോ വണ്ടി എടുത്തപ്പോ തൊട്ട് തോന്നിയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ അത് നമ്മൾ സാറ്റർഡേ എടുത്ത് നമ്മൾ പലപ്പോഴും ഇൻഫോം ചെയ്തു, മൾട്ടിപ്പിൾ ടൈംസ് ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള സംഗതിയാണ്. എന്നിട്ട് ഏറ്റവും അവസാനം 1.5 വർഷം എടുത്തിട്ടാണ് അവരതിനൊരു സൊല്യൂഷൻ ഇറക്കുന്നത്. പക്ഷെ എന്നാലും അത് അവരെ ഇറക്കി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇതിന് സമ്മറൈസ് ചെയ്താൽ, വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആള്, പുതിയതായിട്ട് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, ഒന്ന് അവന് ഇത് ബെനിഫിറ്റ് ആണോ എന്ന് ചിന്തിക്കുക, അവന്റെ ഉപയോഗം എന്താണെന്ന് ചിന്തിക്കുക, അവന് ഒരു ദിവസം എത്രത്തോളം കിലോമീറ്റർ ഓടാനുണ്ട്, അതനുസരിച്ച് ഏത് റേഞ്ചുള്ള വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുക. അതോടൊപ്പം തന്നെ അവൻ ഒരു വണ്ടി എടുത്താൽ ഉറപ്പായിട്ട് ഏതെങ്കിലും ഒരു EV കമ്മ്യൂണിറ്റിയിൽ, അത് പൈസ കൊടുത്ത് ചേരണമെന്നില്ല, പൈസ കൊടുത്ത് ചേരണമെന്ന് ഒരു നിർബന്ധമില്ല, കാരണം ഇഷ്ടംപോലെ ആൾക്കാർ ഫ്രീ ആയിട്ട് തന്നെ ഇതിനുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് പിന്നെ അത്യാവശ്യം ഇതിനെ കുറിച്ചുള്ള അറിവ് നേടുക. മീൻസ് മാക്സിമം വണ്ടിയെ കുറിച്ച് പ്രധാനപ്പെട്ട കാര്യം അറിവ് നേടുക എന്നുള്ളത്. വണ്ടിയെ കുറിച്ച് നമ്മള് ഒത്തിരി ഡിപ്പെൻഡന്റ് ആയി മാറും. ഇപ്പൊ അതിനകത്തൊരു കാര്യം കൂടെ, ഇപ്പൊ ഈ പറഞ്ഞതിനകത്തൊരു കാര്യം കൂടെ എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ചാർജിങ് സ്റ്റേഷൻ ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പൊ ഡിപ്പെൻഡന്റ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞ, പലപ്പോഴും പല ഗ്രൂപ്പിലും ആൾക്കാർ ഇന്നടത്തുനിന്ന് ഇന്നടത്തേക്ക് പോകാൻ ചാർജിങ് സ്റ്റേഷൻ ഏതൊക്കെ ഉണ്ടെന്നൊക്കെ ചോദ്യം ഇടാറുണ്ട്. അവരെ തെറ്റു പറയാൻ ഒക്കില്ല. പക്ഷെ അതിന് ഉത്തരം കിട്ടുന്നതിനൊപ്പം അതെങ്ങനെയാണ് അറിയേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഫ്ലെക്സ്ഷെയർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് ഇന്ത്യൻ ആപ്പ് അല്ല, ഓൾ ഇന്ത്യ ലോകത്ത് മൊത്തമുള്ള ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്ന ഒരു ആപ്പാണ്. സോ അങ്ങനെ ഒരു ചാർജിങ് സ്റ്റേഷൻ നമുക്ക്, അങ്ങനെ ഒരു ആപ്പ് നമ്മൾ എടുക്കാം. ഓക്കെ, ആ ആപ്പിനകത്ത് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് നോക്കി ഏതൊക്കെ ചാർജിങ് സ്റ്റേഷൻ ഉണ്ടെന്ന് അറിയാനൊക്കെ. പക്ഷെ അത് ഉപയോഗിച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ എങ്കിലും ആ ആപ്പ് ഉപയോഗിക്കാൻ അറിഞ്ഞിരിക്കും. അതിനകത്തുനിന്ന് ആ ആപ്പ് നോക്കിയിട്ട് ആ ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഏത് ആപ്പ് ഉപയോഗിച്ചാലാണ് ഇത് ചാർജ് ചെയ്യാൻ ഒക്കുക എന്നുള്ളതും കൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ ചാർജിങ് സ്റ്റേഷൻ നിങ്ങളുടെ റൂട്ടിൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് മനസ്സിലാക്കാനും. അത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്ന് തോന്നുന്നു. ഫ്ലെക്സ്ഷെയർ യൂസ് ചെയ്യാം, ഒപ്പം നമുക്ക് ഐഡന്റിഫൈ എവിടെയൊക്കെ ഉണ്ട് ചാർജിങ് സ്റ്റേഷൻ. പക്ഷെ അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അത് വർക്കിംഗ് ആണോ അല്ലയോ എന്നും കൂടെ ഉറപ്പുവരും. അതാ വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ള അതാ പറഞ്ഞു, ഏത് ചാർജിങ് സ്റ്റേഷന്റെ ആപ്പ് ആണെന്നുള്ളതും അതിനകത്തുനിന്ന് മനസ്സിലാക്കി. സോ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ അതിനകത്ത് കയറി അത് എൻഷുർ ചെയ്യണം. നോർമലി അത് നമ്മള് ലോങ് ജേർണി പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതെ, പല ചാർജിങ് സ്റ്റേഷനും വർക്കിംഗ് ആയിരിക്കത്തില്ല. ഫ്ലെക്സ്ഷെയർ മാത്രം നോക്കി ഒരിടത്തും പോകാതിരിക്കുക. പിന്നെ ചില ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്, അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പ് വഴി അല്ല മാനേജ് ചെയ്യുന്നത്. അങ്ങനത്തെ ചാർജിങ് സ്റ്റേഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് തട വഴി ഞാൻ പോയപ്പോ, ആന്ധ്രാപ്രദേശിലെ തട വഴി പോയപ്പോ എനിക്ക് വന്നിട്ടുള്ള ഒരു ആപ്പ് വേണമെന്നില്ല, അവരുടെ അതിന്റെ ഓണറിനെ വിളിച്ചാലും ചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. ഓക്കെ, അതെനിക്ക് പുതിയ ഇൻഫർമേഷൻ. ഓക്കെ, സോ ഞാൻ ആദ്യം ഇത് ചെയ്യുമ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തില്ല. അവിടെ ചെന്നപ്പോഴാണ് ടക്കറാന്ന് മനസ്സിലായി. അപ്പൊ എനിക്ക് അത് ഇപ്പം ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കേണ്ട, ഞാൻ ചാർജ് ചെയ്ത് തരാമോ, ചാർജ് ചെയ്ത് ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത്. മാത്രമല്ല ഒരു പ്രാവശ്യം അതിന്റെ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് ആപ്പ് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു മിഡ് നൈറ്റാ, എനിക്ക് എങ്ങനെ നോക്കിയിട്ടും അതിന്റെ അകത്ത് പൈസ ഇടാൻ പറ്റുന്നില്ല. കാരണം അപ്ഡേഷന് ശേഷം അതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു ഡൗട്ട്. അപ്പോഴും ഒരു മിഡ് നൈറ്റ് ടൈമാണ്. ഞാൻ അതിന്റെ ഓർഡറിനെ വിളിച്ചപ്പം പുള്ളിയുടെ വാലറ്റിൽ നിന്ന് എനിക്ക് ചാർജ് ചെയ്തു തന്നു. അങ്ങനെ ഒരു ഗുണം ടക്കറിനുണ്ട്. എല്ലാത്തിനും ഉണ്ടോന്ന് അറിയില്ല. അപ്പം ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു, അതായത് നിങ്ങളുടെ ബഡ്ജറ്റ്, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ യൂസേജ്, മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തികമായ അവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട്, മാത്രമല്ല വണ്ടിയെക്കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ നേടിയെടുത്ത് ധൈര്യമായിട്ട് നമുക്ക് EV എടുക്കാം, EV മുന്നോട്ട് കൊണ്ടുപോകാം. വലിയ തലവേദന ഈ സാധനം ഉണ്ടാക്കത്തില്ല. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് മനസ്സാറിന് നമ്മളോട് പറയാനുള്ളത്. അപ്പം എന്തായാലും ഇത്രയും സമയം, ഏതാണ്ട് 1 മണിക്കൂറോളം വിലപ്പെട്ട സമയം അദ്ദേഹം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തു.
നന്ദി, നമുക്ക് വീണ്ടും കാണാം. ഇത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്. അതേ ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾ വണ്ടി എടുക്കാൻ പോകുന്നവരാണെങ്കിലും ഉപയോഗിക്കുന്നവരാണെങ്കിലും എല്ലാം ഇത് ഏതെങ്കിലും രീതിയിൽ ഉപയോഗപ്രദമാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. അത്രേ ഉള്ളൂ. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണാൻ. ഓക്കെ.